ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: ഏത്തയ്ക്ക നീളത്തിൽ അരിഞ്ഞത്, ചേന നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, പയറ് അത് നീളത്തിൽ അരിഞ്ഞത്, സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കോവയ്ക്ക, വഴുതനങ്ങ നീളത്തിൽ അരിഞ്ഞത്, വെള്ളരിക്ക, ക്യാരറ്റ് എല്ലാം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പുളിക്ക് ആവശ്യമായ തക്കാളി, പച്ചമുളക്, അരപ്പിന് ആവശ്യമായ തേങ്ങ, ചുവന്നുള്ളി, ജീരകം. എൻ്റെ ഒരു മുരിങ്ങയ്ക്ക ഇല്ല, മുരിങ്ങയ്ക്കയോട് ചേർത്താൽ നല്ലതാണ്. നമുക്ക് പാത്രത്തിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റീൽ പാത്രമായതുകൊണ്ടാണ് ഞാൻ അടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഓൾറെഡി ഞാൻ ഇച്ചിരി ആദ്യമേ ഒഴിച്ച് വെച്ചത്, അടിയിൽ പിടിക്കാതിരിക്കാൻ. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും ചേർത്ത് കറിവേപ്പിലയും ഇട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. അത് അവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമ്മുടെ അരപ്പ് റെഡിയാക്കാം. അരപ്പിന് ആവശ്യമായ തേങ്ങ, ചുവന്നുള്ളി, പച്ചമുളക്, ആവശ്യത്തിനുള്ള ജീരകം. വെളുത്തുള്ളി ഞാൻ ഉപയോഗിക്കാറില്ല. വെളുത്തുള്ളി ചിലർക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷെ എനിക്കിഷ്ടമല്ല. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടുപ്പയിലിരുന്ന് ചെറിയ ആവിയിലിരുന്ന് നമ്മുടെ അവിയലിവിടെ കഷ്ണങ്ങൾ വെന്തിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ അരപ്പെല്ലാം ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക. അത് ചെറിയ തീയിൽ വെച്ച് 5 മിനിറ്റ് കൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ ഇരുന്ന് വെന്ത് സെറ്റായി വരും. സെറ്റായി വരുന്ന സമയത്ത് അരപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഒരു കറിവേപ്പില, പച്ച കറിവേപ്പിലയും ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും തൂക്കി അടച്ചു പൊത്തി എടുത്ത് വരുമ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. താങ്ക് യു.